Next topic is linear combination. A vector u in a vector space V is a linear combination of the vectors v1, v2, etc. vn if there exist a scalars c1, c2, etc. cn such that u equal to c1, v1 plus c2, v2 plus etc. cn vn. നമ്മളൊരു വെക്റ്റർ സ്പേസ് വി കൺസിഡർ ചെയ്യാണ്. അതിൽ നിന്ന് ഒരു വെക്റ്ററായിട്ട് ഒരു യു എന്നുള്ളൊരു ടേമിനെ എടുത്തു. ഇനി ഈ യു എന്ന് പറയുന്നത് ഈ വെക്റ്റർ സ്പേസിലെ എൻ വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആവണമെങ്കിൽ ആ എൻ വെക്റ്റേഴ്സ് ആയിട്ടാണ് വി വൺ വി ടു എക്സെട്ര വി എൻ എടുത്തിരിക്കുന്നത്. ഈ എൻ വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആവണമെന്നുണ്ടെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എൻ സ്കെയിലാസ് എക്സിസ്റ്റ് ചെയ്യണം. ആ എൻ സ്കെയിലാസിന് സി വൺ സി ടു എക്സെട്ര സി എൻ എന്ന് പറഞ്ഞു. സച്ച് ദാറ്റ് ദി കണ്ടീഷൻ യു ഈക്വൽ ടു സി വൺ വി വൺ പ്ലസ് സി ടു വി ടു പ്ലസ് എക്സെട്ര സി എൻ വി എൻ. ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് ഈ എൻ വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനാണ് ഈ വെക്റ്റർ യു എന്നുള്ളത് പറയാൻ സാധിക്കുക. അപ്പോൾ ഒരു വെക്റ്റർ സ്പേസിൽ നിന്ന് എടുക്കുമ്പോൾ അത് എൻ വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആവണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ എൻ വെക്റ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ എൻ സ്കെയിലേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. സച്ച് ദാറ്റ് അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം എടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ വെക്റ്റർ കിട്ടും. Then you can say that vector will be the linear combination of that n vectors. So എങ്ങനെയാണ് ഇനി വെക്റ്റേഴ്സ് ഒരു വെക്റ്റർ തന്നിട്ടുണ്ടെങ്കിൽ അത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് സം വെക്റ്റേഴ്സ് ആണെന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളത്. ഫസ്റ്റ് പ്രോബ്ലം, ഡിറ്റർമിൻ വെദർ u ഈക്വൽ ടു 1 2 3 ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് v1 v2 x ആൻഡ് v3. ഇവിടെ 3 വെക്റ്റേഴ്സ് തന്നിട്ടുണ്ട്, v1 v2 v3 എന്നുള്ളത്. ഇനി യു എന്നുള്ള ഒരു വെക്റ്റർ എടുക്കുകയാണ്. യു എന്നുള്ള ഒരു വെക്റ്റർ 1 2 3 എടുത്തിട്ട് ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 3 സ്കെയിലാസിന് എടുക്കുകയാണ്. c1 c2 c3 എന്നുള്ള 3 സ്കെയിലാസ് എടുത്തു. നമുക്ക് ലീനിയർ കോമ്പിനേഷൻ്റെ ഇതെന്താ പറയേണ്ടത്? യു ഈക്വൽ ടു c1 v1 പ്ലസ് c2 v2 പ്ലസ് c3 v3 എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന c1നെ c2 c3 ഈ 3 വാല്യൂസ് സ്കെയിലാർ വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. സോ കറസ്പോണ്ടിങ് ആയിട്ട് തന്നിരിക്കുന്ന ടേംസ് യു c1 യു v1 v2 v3 എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദെൻ ഈ ബ്രാക്കറ്റുകളെല്ലാം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇനി കറസ്പോണ്ടിങ് ടേംസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു 3 ഇക്വേഷൻസ് ആയിട്ട് കിട്ടും. ഈ 3 ഇക്വേഷൻസ് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള c1ൻ്റെ c2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്നത് ഈ v1 v2 v3 എന്ന് പറയുന്നത് ഈ യു എന്നുള്ള വെക്റ്ററിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആണെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. സോ first we are equating these equations and we are solving. We can use Gaussian elimination method or any other method for solving this equation. So ഇവിടെ ഇപ്പോൾ ഗോസ് എലിമിനേഷൻ മെത്തേഡിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ c1 c2 തമ്മിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഫസ്റ്റ് 2 ഇക്വേഷൻസ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ c2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/2 എന്ന് കിട്ടും. അത് ഈ ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ c2ൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ c2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/2 എന്നുള്ളത് കിട്ടി. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ c1ൻ്റെ വാല്യൂ 0 എന്ന് കിട്ടി. c1ൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് ഈ തേർഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ c3യുടെ വാല്യൂ കിട്ടി. അതായത് നമ്മൾ എടുത്ത c1 c2 c3 എന്നുള്ള 3 സ്കെയിലാസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 1/2 3 എന്നുള്ളത് കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് വെക്റ്റർ യു ഈസ് ദി ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്റ്റേഴ്സ് v1 v2 ആൻഡ് v3. അപ്പോൾ ലീനിയർ കോമ്പിനേഷൻ ആണെങ്കിൽ ഇതുപോലെ നമ്മൾ എടുക്കുന്ന എത്ര സ്കെയിലാസ് ആണോ ആ സ്കെയിലാസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റണം. സച്ച് ദാറ്റ് ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്കെയിലാസിൻ്റെ വാല്യൂ ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദെൻ വി ക്യാൻ സേ ദാറ്റ് കറസ്പോണ്ടിങ് വെക്റ്റർ വിൽ ബി ദി ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദാറ്റ് വെക്റ്റേഴ്സ്. Next problem, determine whether u equal to matrix minus 1 0 2 4 is a linear combination of the vectors v1 and v2. ഇവിടെ രണ്ട് വെക്റ്റേഴ്സ് v1 v2 എന്നുള്ളത് മെട്രിക്സ് ഫോമിലാണ് തന്നിരിക്കുന്നത്. 2/2 മെട്രിക്സ് ഫോമിലുള്ള വെക്റ്റേഴ്സ് ആണ് ഇവിടുത്തെ എലമെൻറ്റ്സ് വെക്റ്റേഴ്സ് ആയിട്ട് v1നെയും v2നെയും ചൂസ് ചെയ്തിരിക്കുന്നത്. Now we need to check that whether these two vectors v1 and v2 are the linear combination of the vector u. So corresponding the equation is u equal to c1 v1 plus c2 v2. We are taking c1 and c2 be the scalars. Then
ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നേരത്തെ ചെയ്ത പോലെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിവിടെ 4 ഇക്വേഷൻസ് ആണ് കിട്ടുന്നത്. 4 സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ് കിട്ടുന്നത്. ഇതിപ്പോൾ നമുക്ക് ഗോസ് എലിമിനേഷൻ മെത്തേഡോ ഓർ എനി അതർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഗോസ് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓഗ്മെൻറ്റഡ് മെട്രിക്സ് നമ്മൾ എഴുതണം. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഈ C1ൻ്റെയും C2ൻ്റെയും കോഎഫിഷ്യൻസ് അതാണ് ഇവിടെ ആദ്യം എഴുതിയിരിക്കുന്നത്. 1 3 1 2 2 3 2 4. ദെൻ നെക്സ്റ്റ് കോളം ആയിട്ട് ഈ കോൺസ്റ്റൻറ്റ് വാല്യൂസിന് എഴുതി. ഇതിന് സിംപ്ലിഫൈ ചെയ്തിട്ട് കറസ്പോണ്ടിങ് C1 C2 C3ൻ്റെ C1 C2ൻ്റെ വാല്യൂസാണ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്പർ ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്നത് അത് നമ്മുടെ സ്കെയിലേഴ്സ് C1ഉം C2 ആണ്. അതുപോലെ നമ്പർ ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുന്നത് എത്ര 4 ആണ്. അപ്പോൾ നമ്പർ ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്നത് ലെസ് ദാൻ നമ്പർ ഓഫ് ഇക്വേഷൻസ് ആയതുകൊണ്ട് ഈ ടൈപ്പ് ഓഫ് ഇക്വേഷൻസിന് സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. മീൻസ് നമുക്ക് ഇങ്ങനെ ഒരു C1ൻ്റെയും C2ൻ്റെയും വാല്യൂ ആ ലീനിയർ കോമ്പിനേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 സ്കെയിലർ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. സോ വി ക്യാൻ സേ ദാറ്റ് ദി ഗിവൺ വെക്റ്റർ U ഈസ് നോട്ട് ദി ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദി വെക്റ്റേഴ്സ് V1 ആൻഡ് V2. അപ്പോൾ സ്കെയിലേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കറസ്പോണ്ടിങ് വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ദി ലീനിയർ കോമ്പിനേഷൻ. അതർവൈസ് ഇറ്റ് വിൽ ബി നോട്ട് എ ലീനിയർ കോമ്പിനേഷൻ. Then there are 2 homework questions. Next definition, span of a set is the set of a linear combination of a finite set of vectors S equal to V1 V2 etc. Vn is called the span of the set S, denoted as span V1 V2 etc. Vn or simply span of S. ഒരു സെറ്റിൻ്റെ സ്പാനിങ് സെറ്റ് എന്താണെന്നുള്ളത്. സ്പാനിങ് സെറ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, നമ്മൾ ലീനിയർ കോമ്പിനേഷൻ, ഒരു വെക്ടറിൻ്റെ ലീനിയർ കോമ്പിനേഷൻ. ഇപ്പോൾ യു എന്നുള്ള ഒരു വെക്ടറിൻ്റെ ലീനിയർ കോമ്പിനേഷനാണ് C1 V1 പ്ലസ് C2 V2 പ്ലസ് എക്സെട്ര CA VN എന്ന് പറഞ്ഞു. ഈ C1 C2 CN എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ എന്തെടുക്കാം D1 V1 പ്ലസ് D2 V2 പ്ലസ് എക്സെട്ര പ്ലസ് DA VN. വേറെ സ്കെയിലേഴ്സും എക്സിസ്റ്റ് ചെയ്യാമല്ലോ. സോ ഈ കേസിൽ നമുക്കിപ്പോൾ 2 ലീനിയർ കോമ്പിനേഷൻസ് കിട്ടി. അങ്ങനെ ഈ സെറ്റുകൾക്ക് ഇപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള V1 V2 VN എന്നുള്ള ഈ സെറ്റിന് വരാവുന്ന എല്ലാ ലീനിയർ കോമ്പിനേഷൻസിൻ്റെയും കൂടെയുള്ള കളക്ഷൻ വിളിക്കുന്ന പേരാണ് സ്പാനിങ് സെറ്റ് എന്ന് പറയുന്നത്. അതാണ് ദി സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എ finite set of vectors S equal to V1 V2 etc. Vn is called the spanning set of S or span of S. അത് ഡിനോട്ട് ചെയ്യുന്നത് ഈ ഏതെങ്കിലും ഒരു മെത്തേഡ് സ്പാൻ ഓഫ് സെറ്റ് എന്ന് എഴുതാം, അല്ലെങ്കിൽ സ്പാൻ ഓഫ് എസ് എന്നുള്ളൊരു ഡിനോട്ടേഷൻ കൊടുത്താലും മതി. അപ്പോൾ ഒരു ലീനിയർ കോമ്പിനേഷൻ്റെ എല്ലാ ഒരു സെറ്റ് എടുത്താൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ ലീനിയർ കോമ്പിനേഷൻ്റെയും കൂടെയുള്ള കളക്ഷനെയാണ് സ്പാൻ ഓഫ് എ സെറ്റ് എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ പി സ്ക്വയറിനുള്ള ഒരു പോളിനോമിയൽ ഓഫ് ഡിഗ്രി 2 എടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളിനോമിയൽ സെറ്റ് എന്ന് പറയുന്നത് സ്പാനിങ് സെറ്റ് എന്ന് പറയുന്നത് T² T1 എന്നുള്ളതായിരിക്കും. കാരണം ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ C1 C2 C3 എന്നുള്ള വാല്യൂസ് കോൺസ്റ്റന്റ് വാല്യൂസ് ആയിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. സോ അതിൻ്റെ ലീനിയർ കോമ്പിനേഷനെ നമുക്ക് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് തിയറം, theorem number 11. The span of a set of vectors S equal to V1 V2 etc. Vn in a vector space V is a subspace of V. ഒരു സെറ്റിൻ്റെ ഒരു വെക്റ്റർ സ്പേസിൻ്റെ സ്പാനിങ് സെറ്റ് എടുക്കുകയാണ്. അതെന്ന് പറയുന്നത് ആ വെക്റ്റർ സ്പേസിൻ്റെ തന്നെ ഒരു സബ് സ്പേസ് ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ സബ് സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തിരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ, ഒരു വെക്റ്റർ സ്പേസിൽ നിന്ന് 2 വെക്റ്റേഴ്സ് എടുക്കുക, യുവും വിയും ചൂസ് ചെയ്യും. അതുപോലെ 2 സ്കെയിലേഴ്സും എടുത്തിട്ട് അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആൽഫ ഇൻറ്റു യു പ്ലസ് ബീറ്റ ഇൻറ്റു വി എന്ന് പറയുന്നത് എലമെൻറ്റ് ഓഫ് ദാറ്റ് വി ആണെങ്കിൽ, ദാറ്റ് എലമെൻറ്റ് ഓഫ് ദി വെക്റ്റർ സ്പേസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതെന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സബ് സ്പേസ് ആണ്, അല്ലെങ്കിൽ ഒരു വെക്റ്റർ സ്പേസ് ആണെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തായിരുന്നു. സബ് സ്പേസ് ആണെന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഇപ്പോൾ W എന്നുള്ളൊരു ഇതെടുത്തിട്ട്. സോ ഈ മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ലാസ്റ്റ് തിയറം നമ്പർ 10 പറയുന്നത്. സോ ചൂസിങ് 2 വെക്റ്റേഴ്സ് U ആൻഡ് W as U equal to D1 V1 plus D2 V2 plus etc. Dn Vn and V equal to C1 V1 plus C2 V2 plus etc. Cn Vn. Then considering alpha into U plus beta into W. Then U ൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു,
വിയുടെ ഡബ്ല്യുവിൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഈ ബ്രാക്കറ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കമ്പൈൻഡ് ആയിട്ട് V1ൻ്റെ ടേംസ് എല്ലാം വന്നിരിക്കുന്നതിനെല്ലാം ഒരുമിച്ച് എഴുതി V2 അത് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് എഗെയിൻ ഒരു ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്റ്റേഴ്സ് ഇൻ S ആണ്. അതായത് ഇതിൻ്റെ ഇവിടെ ഇപ്പോൾ ആൽഫ ഇൻറ്റു D1 പ്ലസ് ബീറ്റ ഇൻറ്റു C1 നമുക്ക് വേണമെങ്കിൽ വേറൊരു സ്കെയിലർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റും. സേ A1 V1 പ്ലസ് A2 V2 പ്ലസ് എക്സെട്ര AN VN എന്ന് പറഞ്ഞാൽ എഗെയിൻ എന്താ ഇതൊരു ലീനിയർ കോമ്പിനേഷൻ. സോ ഇത് എഗെയിൻ ഒരു ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ദാറ്റ് വിൽ ബി എ മെമ്പർ ഓഫ് ദി സ്പാനിങ് സെറ്റ് ഓഫ് S. Then we can say that by the theorem 10 we can say that the span of a set will be a subspace of the vector space V. Next theorem, if S equal to V1, V2, etc. Vn is a set of vectors in a vector space V, and if W is a subspace of V that contain all the vectors in S, then W contain all vectors in S in span of S. അതായത് നമ്മളൊരു സെറ്റ് എടുക്കുകയാണ് n വെക്റ്റേഴ്സിൻ്റെ ഒരു സെറ്റ് എടുത്തു V1, V2, എക്സെട്ര Vn എന്നുള്ള ഒരു സെറ്റ് എടുത്തു വെക്റ്റർ സ്പേസ് Vയിൽ നിന്നുള്ള ഒരു സെറ്റ് ഓഫ് വെക്റ്റർ ആയിട്ടാണ് S എടുത്തിരിക്കുന്നത്. ആൻഡ് ഇഫ് W ഈസ് എ സബ്സ്പേസ് ഓഫ് V, W എന്ന് പറയുന്നത് Vയുടെ ഒരു സബ്സ്പേസ് ആണെങ്കിൽ ദാറ്റ് കണ്ടെയ്ൻ ഓൾ വെക്റ്റേഴ്സ് ഇൻ S. ആ W എന്ന് പറയുന്നതിൽ ഈ സെറ്റ് എസ്സിലെ എല്ലാ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ then we can say that W contain all the vectors in spanning set of S. അപ്പോൾ എസ് എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു V1, V2, എക്സെട്ര Vn എന്നുള്ള ഒരു സെറ്റ് ആയിട്ടാണ് എസ് എടുത്തേക്കുന്നത്. ഈ V1, V2, എക്സെട്ര എന്നുള്ളത് n എന്നുള്ള എലമെൻറ്റ്സ് വന്നിരിക്കുന്നത് ഈ വെക്റ്റർ സ്പേസ് Vയിൽ നിന്നാണ്. ആൻഡ് W എന്ന് പറയുന്നത് ഈ V എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിൻ്റെ ഒരു സബ് സ്പേസ് ആണ്. ആ Wയിൽ ഈ എസ്സിലെ എല്ലാ വെക്റ്റേഴ്സും ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെയാണെങ്കിൽ W contain all vectors in the span of S. നമ്മൾ ഈ എസിൻ്റെ സ്പാനിങ് സെറ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്പാനിങ് സെറ്റിൽ വരുന്ന എല്ലാ എലിമെൻറ്റ്സും Wയിലും ഇൻക്ലൂഡഡ് ആയിരിക്കും എന്നാണ് ഈ തിയറം നമ്പർ 12 പറയുന്നത്.